പനി, ജലദോഷം, ചുമ തുടങ്ങിയ എന്ത് പ്രശ്നം വന്നാലും ആദ്യം ആവി പിടിക്കുകയാണ് പലരുടെയും സ്വഭാവം. ആവി പിടിക്കുന്ന മെഷീനിൽ നിന്നോ അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ചോ ആണ് പലരും ആവി പിടിക്കുന്നത്. ആവി പിടിക്കുന്നത് രോഗത്തിൽ നിന്ന് പൂർണ്ണ മുക്തി നൽകില്ലെങ്കിലും ചെറിയൊരു ആശ്വാസം കിട്ടാൻ സഹായിക്കും. നനവുള്ളതും ചൂടുള്ളതുമായ നീരാവി ശ്വസിക്കുന്നതിന്റെ പ്രധാന ഗുണം നാസികാദ്വാരം തുറക്കാൻ സഹായിക്കും. മാത്രമല്ല വീർത്ത രക്തക്കുഴലുകളുടെ അസ്വസ്ഥത അകറ്റുവാനും ആവി പിടിക്കുന്നത് ഏറെ നല്ലതാണ്. മാത്രമല്ല ഈ നീരാവി കഫത്തെ നേർത്തതാകാനും സഹായിക്കും. കുറച്ചു സമയത്തേക്കെങ്കിലും ചെറിയൊരു ആശ്വാസം നൽകാൻ ആവി പിടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആവി പിടിക്കുമ്പോൾ അറിയാതെ ചെയ്യുന്ന 3 തെറ്റുകളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത്, ദീർഘനേരം ആവി പിടിക്കരുത്. 15 മിനിറ്റിൽ കൂടുതൽ നേരം ആവി പിടിക്കരുതെന്നാണ് പറയുന്നത്. ദീർഘനേരം ആവി പിടിക്കുന്നത് മൂക്കിനുള്ളിലെ രോമകൂമങ്ങളെ നശിപ്പിക്കാൻ കാരണമാകും. പൊടിയും ബാക്ടീരിയയും ഒക്കെ ശ്വാസകോശത്തിലേക്ക് പോകാതിരിക്കാൻ സഹായിക്കുന്നതാണ് ഈ രോമകൂമങ്ങൾ. ദീർഘനേരം ആവി പിടിക്കുന്നത് ഈ രോമകൂമങ്ങളെ നശിപ്പിക്കുകയും ശ്വാസകോശത്തിലേക്ക് പൊടിയും മറ്റും കയറിപ്പോകാനും കാരണമാകും. രണ്ടാമതായി, മരുന്നുകൾ ഉപയോഗിക്കരുത്. ആവി പിടിക്കാൻ പലതരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇത്തരം മരുന്നുകൾ ഉപയോഗിക്കുന്നത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നു. സൈനസ് പ്രശ്നം കാരണം കഫമുണ്ടെങ്കിൽ അത് മാറ്റാൻ വെറും വെള്ളത്തിൽ ആവി പിടിക്കുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമതായി, കുട്ടികളെ ശ്രദ്ധിക്കുക. ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് ആവി പിടിക്കാൻ അനുവദിക്കരുത്. പൊള്ളലുകൾ ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചൂടുവെള്ളം വീണ് പൊള്ളുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ പൊള്ളുന്നത് ഒരു പക്ഷേ ആവി തട്ടുമ്പോഴായിരിക്കും. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആവി പിടിക്കുമ്പോൾ മാതാപിതാക്കളും ഒപ്പം ഇരിക്കേണ്ടതാണ്. അതുകൊണ്ട് ആവി പിടിക്കുമ്പോൾ ഈ 3 അബദ്ധങ്ങൾ ഒഴിവാക്കണം. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.